വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആരംഭിച്ചിരിക്കുകയാണ്. സോ ബിസിനസ് മാനേജ്മെന്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. പാർട്ട് എയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഇപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അപ്രോച്ച് വരുന്നുണ്ട്. സോ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് തോട്ട് അതിൻ്റെ അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം. അതിലിപ്പോൾ എംപെരിക്കലുണ്ട്, ഞാനൊരു എക്സാമ്പിൾ പറയാം. എംപെരിക്കലുണ്ട്, പലതുണ്ട്, ഞാനല്ല എഴുതുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം വരുന്നുണ്ട്. ഇനി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസിലെ ഏതെങ്കിലും 2 എണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം 2 മാർക്കിൻ്റെ. എന്താണ് ഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അത് പഠിക്കുക എന്തായാലും. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് അതിലേതെങ്കിലും 2 എണ്ണം കേട്ടോ. അത് റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള 1-2 എണ്ണം ഞാൻ മെൻഷൻ ചെയ്യാം ഇവിടെ. ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ യൂണിറ്റി ഓഫ് ഡിറക്ഷൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കാലർ ചെയിൻ, എസ്പിരിറ്റ്, ഡീകോപ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായും പഠിക്കണം, എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. നെക്സ്റ്റ്, നമ്മൾ എല്ലാ പേപ്പറിലും MBO, അതുപോലെ തന്നെ MBE, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ മോട്ടിവേഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം, നിർബന്ധമായും നോക്കാം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. മാനേജ്മെൻറ്റിന് നമ്മൾ മാനേജ്മെൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയും, അല്ലേ, പല ഫീച്ചേഴ്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ റിലേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി ഫീച്ചേഴ്സ് നോക്കുക, അതിലെ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ആർട്ട്, സയൻസ്, പ്രൊഫഷൻ, അതൊക്കെ നോക്കണം കേട്ടോ. പ്രൊഫഷൻ, ആർട്ട്, സയൻസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് ചോദിക്കാറുണ്ട്. സോ അതാണ് മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്താണ് ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ പ്ലാൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, പ്ലാനിങ് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിൽ ഏതെങ്കിലും. ഇപ്പോൾ ഓപ്പറേഷണൽ പ്ലാൻസ്, സ്ട്രാറ്റജിക് പ്ലാൻസ്. പിന്നെ ആ ചാപ്റ്ററിൽ പല ടീമുകളുണ്ട്, അതെപ്പോഴും റിപ്പീറ്റാണ്. ഇപ്പോൾ റൂൾസ് എന്താണ്, പോളിസി എന്താണ്, പ്രോഗ്രാം എന്താണ്, പ്രൊസീജിയർ എന്താണ്, ഇതൊക്കെ മാറി മാറി വരുന്നതാണ് കേട്ടോ. പോളിസി ഇതൊക്കെ നോക്കണം. പിന്നെ നെക്സ്റ്റ്, ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലാ പ്രാവശ്യം വരുന്നതാണ്, നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരെണ്ണം, ഇപ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്താണ്, ലൈൻ ഓർഗനൈസേഷൻ എന്താണ്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്താണ്,
ഇതൊക്കെ നോക്കാം കേട്ടോ. എല്ലാ പ്രാവശ്യം ഇതിൽ നിന്ന് ഒരെണ്ണം ഇടാറുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് നെക്സ്റ്റ് സജഷൻ. ഇനി ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റേഷൻ എന്താണ്? അതിൽ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്, അതും നോക്കണം കേട്ടോ. ഇപ്പോൾ പ്രോഡക്റ്റ് വൈസ് ഡിപ്പാർട്ട്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റേഷൻ്റെ കൺസെപ്റ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെയും ചോദിക്കാം. അപ്പോൾ അത് കൺസെപ്റ്റ് എന്തെങ്കിലും നോക്കി വയ്ക്കുക. ഇനി എല്ലാ പേപ്പറിലും വരുന്നത് ഡെലഗേഷൻ, മറ്റൊരു ചോദ്യം. ഡെലഗേഷൻ എന്താണ്? അതിലെ ടൈപ്സ് ഇപ്പോൾ സൈഡ് വേർഡ് ഡെലഗേഷൻ, ജനറൽ ഡെലഗേഷൻ അങ്ങനെയുണ്ട്, അത് ചോദിക്കാറുണ്ട്. ജനറൽ ഉണ്ട്, സൈഡ് വേർഡ് ഉണ്ട്, അപ്പോൾ അത് നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ് ചോദിക്കാം. അതുപോലെ തന്നെ ഓഫ് ദ ജോബ്, ഇതിലേതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. ഓക്കെ, ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്. നെക്സ്റ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ മാൻ പവർ പ്ലാനിങ് എന്താണ്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ദെൻ നെക്സ്റ്റ് എത്തിക്സ് എന്താണ്, ബിസിനസ് എത്തിക്സ് എന്താണ്, അങ്ങനെയും ചോദിക്കാം. ദെൻ മിക്ക പേപ്പറിലും വരാറുള്ള ടീമുകൾ TQM എന്താണ്, ടോട്ടൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് നേരത്തെ പറഞ്ഞു. TPM ബ്രേക്ക് ഇവൺ അനാലിസിസ്, ബ്രേക്ക് ഇവൺ അനാലിസിസ്, BP അല്ലെങ്കിൽ ഞാൻ മുഴുവനായിട്ട് എഴുതാം. ബ്രേക്ക് ഇവൺ അനാലിസിസ്. ഓക്കെ, ഇതൊക്കെ റിപ്പീറ്റാണ്. ബിസിനസ് എത്തിക്സ് ഞാൻ പറഞ്ഞു, എത്തിക്സ് മാത്രമല്ല ബിസിനസ് എത്തിക്സ് എന്നും ചോദിക്കാം. ബിസിനസ് എത്തിക്സ് ചോദിക്കാം. ദെൻ നെക്സ്റ്റ് CSR എന്താണ്, ദെൻ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ്, ഇതൊക്കെ റിപ്പീറ്റാണ്. അതുപോലെ തന്നെ കൈസൺ ടേമുകളുണ്ടല്ലോ എമർജിങ് കൺസെപ്റ്റ്സിൽ, കൈസൺ എന്താണ്. പിന്നെ മറ്റൊരു ചോദ്യം ഇജുമോണിസം എന്താണ്. ഫിഷ് ബോൺ ഡയഗ്രാം കൺസെപ്റ്റ് നോക്കുക. ഓക്കെ, ഇതൊക്കെ. നെക്സ്റ്റ് കോഓർഡിനേഷൻ എന്താണ്, സൂപ്പർവിഷൻ എന്താണ് നോക്കണം. പിന്നെ ഡീകോഡിംഗ് എന്താണ്, ഗാമിഫിക്കേഷൻ എന്താണ്. ദെൻ നെക്സ്റ്റ് ഒരു സജഷനാണ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്, റീഇൻഫോഴ്സ്മെന്റ് മറ്റൊരു സജഷൻ. ആൻഡ് ലാസ്റ്റ് സ്ട്രെസ് മാനേജ്മെന്റ് എന്താണ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റ്. ഇതൊക്കെ തന്നെയാണുള്ള. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാം. ഫങ്ഷണൽ ഫോമാൻഷിപ്പ് ഓക്കെ. അപ്പോൾ 2 മാർക്സിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് ഞാനിവിടെ നൽകിയിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്, എന്നാലും 2 മാർക്സിനിൽ സെപ്പറേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടിൻ്റെ പല അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം, 514 പ്രിൻസിപ്പിൾസിൽ ഏതെങ്കിലും ഒരെണ്ണം, 2 വരെ വരാം. MBO, MBA, MBM, ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, ആർട്ട്, സയൻസ്, പ്രൊഫഷൻ, മൾട്ടി ഡിസിപ്ലിനറി ഇതൊക്കെ വരുന്നതാണ്. പെർഫോമൻസ് മാനേജ്മെൻറ്റ്, ദെൻ പ്ലാനിങ് എന്താണ്, ഓപ്പറേഷണൽ പ്ലാൻസ്, സ്ട്രാറ്റജിക് പ്ലാൻസ്, റൂൾസ്, പോളിസി, പ്രോഗ്രാം, പ്രൊസീജിയർ, പിന്നെ ഫോമൽ ഓർഗനൈസേഷൻ, ഇൻഫോമൽ ഓർഗനൈസേഷൻ,
ഫങ്ഷണൽ, ലൈൻ ആൻഡ് സ്റ്റാഫ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ, ഡെലഗേഷൻ, അതിൻ്റെ ടൈപ്സ് ഓൺ ദ ജോബ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, മാൻ പവർ പ്ലാനിങ്, എത്തിക്സ്, ബിസിനസ് എത്തിക്സ്, TQM, TPM, ബ്രേക്ക് ഇവൻ അനാലിസിസ്, CSR, കോർപ്പറേറ്റ് ഗവർണൻസ്, കൈസൺ, എജ്യൂമനിസം, ഫിഷ് ബോൺ ഡയഗ്രാം, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, ഡീകോഡിംഗ്, ഗാമിഫിക്കേഷൻ, റീഇൻഫോഴ്സ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്, പിന്നെ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.